നമസ്കാരം. ഞാൻ ഡോക്ടർ അനുപമ. ഞാൻ തിരുവനന്തപുരത്ത് ഗൈനക്കോളജിസ്റ്റാണ്. നമ്മളിന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഈ എന്താ പറയുക, പ്രസവം കഴിഞ്ഞിട്ട് പല മാനസിക വിഭ്രാന്തികളും പെൺകുട്ടികൾ കാണിക്കുന്നതായിട്ടും അതോടനുബന്ധിച്ച് വളരെ എന്താ പറയുക, വളരെ വളരെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് സ്ത്രീ ചെന്ന് അത് പതിക്കുന്നതായിട്ടൊക്കെ കേൾക്കുന്നും കാണാറുമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഈ മാനസിക രോഗങ്ങൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്ത് മാനസിക പ്രശ്നങ്ങളായാലും അത് രോഗമായിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സമൂഹം എപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രോഗമല്ല, അതെന്തോ ഒരു വെപ്രാളം കാണിക്കുന്നു, ടെൻഷൻ കാണിക്കുന്നു, അത് ഉറങ്ങാത്തത്, ഇങ്ങനെയൊക്കെയുള്ള വളരെ ലൈറ്റായിട്ട് അതിനെ എടുത്തിട്ട് അതിനൊരു പ്രോപ്പറായിട്ട് ചികിത്സ കൊടുക്കാതിരിക്കും. അവിടെയാണ് ഇതെല്ലാം സങ്കീർണതകളിൽ എത്തിച്ചേരുന്നതും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും. അപ്പോൾ പോസ്റ്റ്മോർട്ടം എന്താ പറയുക, ഒരു സൈക്കാട്രിക് പ്രോബ്ലംസും പറഞ്ഞ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. അപ്പോൾ അതിനകത്ത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുണ്ട്, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉണ്ട്. അതിൽ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് ഉടനെയുള്ള ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ തോന്നുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ഒരു ഭയങ്കര വലിയൊരു ട്രാൻസിഷനാണ്. ആ ഒരു വളരെ എന്താ പറയണ്ടേ, എനർജറ്റിക് ലൈവ്ലി ആയിട്ട് നടന്നൊരു ലേഡിയിൽ നിന്ന് പെട്ടെന്നൊരു അമ്മയായി അങ്ങ് ഒതുങ്ങിപ്പോകുന്ന പോലത്തെ ഒരു സാഹചര്യം വരും. തീർച്ചയായിട്ടും നമ്മളിപ്പം അമ്മയാകുന്ന സന്തോഷമുള്ള കാര്യമാണെന്ന് നമ്മളെല്ലാവരും പറഞ്ഞാലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലിമിറ്റേഷൻസ് വരികയാണ് ലൈഫിൽ. പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ വീട്ടുകാർ തന്നെ ഇമ്പോസ് ചെയ്യുന്ന ഒരുപാട് ലിമിറ്റേഷൻസ്. അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ, അത് കഴിച്ചുകൂടാ, ഇത് കഴിച്ചുകൂടാ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതെല്ലാം തന്നെ അവർക്ക് ഒരുപാട് മാനസിക ടെൻഷൻ ഉണ്ടാക്കും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കാണാറുള്ളത് ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. ശരിക്കും പഴയ കാലത്തിനേക്കാൾ ഹസ്ബൻഡും വൈഫുകൾ, ഇപ്പോഴത്തെ കപ്പിൾസ് വളരെ ഒരു വെൽക്കമിങ് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. പണ്ട് എന്താ പറയുക, ഒരു ഗർഭിണിയെ കൊണ്ടുവരുവാണെങ്കിൽ ഭർത്താവ് വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ, ഡോക്ടറെ സമീപം അങ്ങനെയല്ല, ഹസ്ബൻഡ് കൂടെ വരും. ഹസ്ബൻഡിന് സ്കാൻ കാണണമെന്നുണ്ട് കുഞ്ഞിൻ്റെ, അതേപോലെ തന്നെ എന്താ പറയുക, ഗർഭിണിയുടെ എല്ലാ കാര്യങ്ങളും വൈഫിനെ പോലെ തന്നെ ഹസ്ബൻഡിന് ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ വൈഫിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഹസ്ബൻഡിനും അറിയായിരിക്കും. ഇത്ര ബുദ്ധിമുട്ടുകൾ ഇവക്കുണ്ട്, എന്താണ് ഈ കുട്ടിക്ക് സ്ത്രീക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വളരെ ക്രിയേറ്റീവായിട്ടുള്ള യങ് ജനറേഷനാണ്. അപ്പോൾ അവിടെ ഈ പ്രസവം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിൽ പഴയ കാലഘട്ടത്തിലെ പോലെ പെട്ടെന്ന് ഹസ്ബൻഡിനെ അങ്ങ് മാറ്റി നിർത്തും. അതും പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് നല്ലത്. അതുവരെ കിട്ടിയ ആ ഒരു പരിഗണന പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാതാവുമ്പോൾ അതും ആ കുട്ടിയെ ഒരുപാട് വേദനിപ്പിക്കും. അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ പെട്ടെന്നാണ്. അത്രയും നാൾ വളരെ ഭംഗിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടിക്ക് ഉറക്കമില്ലായ്മ, മുലയൂട്ടലിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞിനെ നോക്കാൻ അറിയത്തില്ല, അതിനെ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ അറിയത്തില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയിട്ടില്ല, ഗൈഡൻസ് കൊടുക്കുന്നില്ല പലപ്പോഴും. ഇതെല്ലാം ഒരുപാട് മാനസിക ടെൻഷൻസ് ഉണ്ടാക്കും. പിന്നെ ഒരുപാട് സ്ത്രീകൾക്ക് ചിലപ്പോൾ പാല് കാണത്തില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ, പാല് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഉള്ളൊരു മാനസിക പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഇതാണ് പലപ്പോഴും പോസ്റ്റ്മോർട്ടം ബ്ലൂസിലേക്ക് എത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രസവത്തിൻ്റെ ഒരു ആദ്യത്തെ കുറച്ച് കാലഘട്ടം, ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇത് നീണ്ടു നിൽക്കത്തുള്ളൂ. മാക്സിമം 10 ദിവസം. 10 ദിവസത്തിനുള്ളിലൊക്കെ തന്നെ അതെല്ലാം മാറി ആ ഒരു സാഹചര്യവുമായിട്ട് സ്ത്രീ അങ്ങ് പൊരുത്തപ്പെടും. അതാണ് പോസ്റ്റ്മോർട്ടം ബ്ലൂസ്. അതിന് ചിലപ്പം വലിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരത്തില്ല. നല്ലൊരു പരിഗണനയും ഒരു സപ്പോർട്ടും കെയറും കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായാൽ ധാരാളം മതിയാവും. മറിച്ച് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് അല്ല ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അതല്ല, അതൊരു രോഗം തന്നെയാണ്. അതൊരു മാനസിക രോഗം തന്നെയാണ്. പലപ്പോഴും മുൻകാലങ്ങളിൽ എന്തെങ്കിലും മാനസിക രോഗം വന്ന കുട്ടികൾക്കായിരിക്കും ചിലപ്പോൾ ഈ സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും സൈക്കോസിസും വരുന്നത്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും പണ്ട് ആളുകൾ പറയുന്നത്, പണ്ട് എന്തെങ്കിലും കണ്ട് ഭയന്നിട്ടുണ്ട് പണ്ട്, അല്ലെങ്കിൽ ഈ നമ്മുടെയൊക്കെ ലൈഫിൽ ചില ലൈഫ് ഈവൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം മെനാർക്കി പീരീഡ്സ് ആവുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു പെട്ടെന്നൊരു ചേഞ്ചാണ് ലൈഫിൻ്റെ. അതൊരു ഫേസാണ്. അതുപോലെ കല്യാണം പെട്ടെന്നൊരു വളരെ വലിയൊരു ട്രാൻസിഷനാണ് അവരെ സംബന്ധിച്ച്. അതേപോലെ തന്നെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഫേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡെലിവറി, മെനോപോസ്, ഇങ്ങനെ ഒരു കാലഘട്ടങ്ങളാണ് സ്ത്രീയെ സംബന്ധിച്ച്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് അവരുടെ ശരീരത്തുണ്ടാവും. ഈ ഹോർമോൺ ചേഞ്ചസ് നമ്മൾ അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കാതെ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം അവർക്ക് ഒരുപാട് അതുവരെ അടഞ്ഞു കിടന്ന ഒരു മാനസിക വിഭ്രാന്തി പുറത്തു വരാൻ നമ്മളൊരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അവിടെയാണ് ഈ നേരത്തെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ വന്നവർക്ക് അത് പക്ക ഒരു സൈക്കോസിസിലേക്ക് അങ്ങ് പോകാൻ സാധ്യത, അല്ലെങ്കിൽ ശരിക്കുള്ളൊരു ഡിപ്രഷനിലേക്ക് അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് ചുറ്റുമുള്ള കുടുംബാംഗങ്ങളാണത് മനസ്സിലാക്കിയിരിക്കേണ്ടത്. പ്രത്യേകിച്ച് എന്താണ്, ഉറക്കമില്ലായ്മ, പിന്നെ ഒരു ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷയില്ലായ്മ, വെർത്തലെസ്നെസ്, യാതൊരു ലക്ഷ്യബോധമില്ലായ്മ, അല്ലെങ്കിൽ ഒരു ഹോപ്പില്ലാത്തൊരവസ്ഥ, ആഹാരം കഴിക്കാതിരിക്കുക, ആഹാരത്തിനോടെല്ലാം പൂർണ്ണമായൊരു കുഞ്ഞിനെ ഭയങ്കരമായിട്ട് നെഗ്ലക്റ്റ് ചെയ്യുക,
കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ഒരു പ്രവണതകൾ, അതിനെ ഫീഡ് ചെയ്യാൻ താല്പര്യം കാണിക്കാതിരിക്കുക, പിന്നെ മറ്റുള്ളവരോട് ആവശ്യമില്ലാതെ കയർക്കുക, ബഹളം വയ്ക്കുക, ചെറിയ കാര്യത്തിന് തന്നെ ആവശ്യത്തിൽ കൂടുതൽ വിഷമിക്കുക, കരയുക, ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം മാനസിക വിഭ്രാന്തികൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉടനടി ഒരു പരിഹാരം കാണണം. കാരണം ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന മാനസികാവസ്ഥയൊക്കെ വരികയാണെങ്കിൽ കുഞ്ഞിനെ എടുത്തെറിയുക, തൊട്ടിലിൽ നിന്നൊക്കെ എടുത്തെറിയുക, കൊല്ലുക. ഇപ്പം നേരത്തെ ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള പോലെ വീടിൻ്റെ പുറത്തു നിന്നൊക്കെ എടുത്തെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള, അതായത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനം അങ്ങ് ഉന്മൂലനം ചെയ്യുക. അത് മാത്രമേ അവരുടെ മനസ്സിൽ കൂടെ പോകുന്നുള്ളൂ. കുഞ്ഞാണെന്നോ കുഞ്ഞിനെ ഒരു കെയർ വേണമെന്നോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലെന്നോ നിർഭാഗ്യവശാൽ ആ സ്ത്രീ സംഭവിക്കാത്ത സാഹചര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ചികിത്സ ആവശ്യമാണ്. ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് തന്നെ ചികിത്സ ആവശ്യമാണ്. ഒരു സൈക്കോളജി കൗൺസിലിംഗ് കൊണ്ടൊന്നും നിൽക്കുന്ന കാര്യമല്ല അത്. മൂന്നാമതാണ് ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ. അതൊക്കെ ഡിപ്രഷനിലും ഇതേപോലെ തന്നെയാണ്. സ്വയം ഹാം ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും ഡിപ്രഷനിൽ. എന്തെങ്കിലുമൊക്കെ ഉപകരണമോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വയം ഹാം ചെയ്യാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ ഇത് ഒരു വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കാം. ഈ മാനസിക പ്രശ്നങ്ങൾ ഒരു വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കും. ചിലപ്പോൾ ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റും അൺഫോർച്ചുനേറ്റ്ലി വേണ്ടി വരുന്ന ആളുകളുമുണ്ട്. പക്ഷേ എന്തു തന്നെ ആയാലും നല്ല രീതിയിലുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ കൊണ്ട് ഇവയ്ക്കെല്ലാം പൂർണ്ണമായിട്ട് പരിഹാരം കാണാൻ കഴിയും. പൂർണ്ണമായിട്ടും ഒരു ആരോഗ്യമുള്ള പെൺകുട്ടിയിലേക്ക് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ളൊരു ശ്രമം പാർട്ട്ണറുടെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ സാധിക്കും.